ഹലോ എവറി വൺ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് തേർഡ് മൊഡ്യൂളത്തെ സെക്കൻഡ് ചാപ്റ്ററാണ് സക്സസ് കംസ് വിത്ത് എ ഗ്രേറ്റ് വിഷൻ. ഇത് നമ്മളെ സീക്രറ്റ്സ് ഓഫ് സക്സസ് ഫ്രം ദ സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ് ലൈറ്റൻ ചന്തോമ്പയുടെ വർക്കത്തെ നാലാമത്തെ ചാപ്റ്ററാണ്. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ബിൽ ഗേറ്റ്സിൻ്റെ സ്റ്റോറി പറഞ്ഞു, ഹൗ ഹി ഫൗണ്ട് മൈക്രോസോഫ്റ്റ്. ഇനി ഇതിൽ ഹൗ ഹി ഡൺ ദാറ്റ്. ഇറ്റ് ഈസ് ബിക്കോസ് ഹി ഹാഡ് എ ഗ്രേറ്റ് വിഷൻ. അപ്പം നമുക്ക് എന്താണ് വിഷൻ നോക്കാം. വാട്ട് ഈസ് വിഷൻ? ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡെഫിനിഷനാണ്. വിഷൻ ഈസ് എ മെൻ്റൽ പിക്ചർ ഓർ ഇമേജ് ഓഫ് എ പോസിബിൾ ആൻഡ് ഡിസൈറബിൾ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഇറ്റ് ആക്ട്സ് ആസ് എ ബിൽ ബോർഡ് ഇമേജ് ഓഫ് യുവർ ഫ്യൂച്ചർ ആൻഡ് റിസൾട്ട്. എന്താണ് നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു മെൻ്റൽ പിക്ചറാണ് വിഷൻ എന്ന് പറയുന്നത്. നമുക്ക് പേഴ്സണലായിട്ടുള്ളൊരു ആഗ്രഹവും അല്ലെങ്കിൽ നമ്മളെ ഓർഗനൈസേഷന് നമ്മൾ എവിടെ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡിസൈർ, നമ്മളുടെ ഒരു ആഗ്രഹം, അതാണ് എന്ത് വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു വീട് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. സോ നമ്മൾ എന്താട്ടുക, മനസ്സിലൊന്ന് വിചാരിക്കുക എങ്ങനത്തെ വീട് നമുക്ക് വേണ്ടത്, എവിടെയാണ് നമുക്കത് വേണ്ടത്. നമ്മൾ ആ വീട് നമ്മുടെ ഹൗസ് വാമിങ് അത് ആലോചിക്കുക. വീട്ടിലോട്ട് ആളുകൾ വരുന്നത്, ആ വീട്ടിൽ നമ്മൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. സോ ഇതാണ് വിഷൻ എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. സോ റോൾ ഓഫ് എ ലീഡർ, ഇത് അങ്ങനെ 4 സെക്ഷൻ ആക്കിയിട്ടാണ് ഇതാക്കിയത്. സോ ആദ്യം എന്താണ് വിഷൻ, രണ്ടാമത്തത് റോൾ ഓഫ് എ ലീഡർ. സോ എവറി സക്സസ്ഫുൾ ലീഡർ ലൈക്ക് നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിങ്, സൂസൻ ബി ആന്റണി ആൻഡ് ബിൽ ഗേറ്റ്സ് ഹാഡ് എ ഡിഫൈനിങ് വിഷൻ. എല്ലാ ലീഡേഴ്സും, സക്സസ്ഫുൾ ആയ ലോകത്തെ എല്ലാ ലീഡേഴ്സിനും ഒരു വിഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നെൽസൺ മണ്ടേലയുടെ കേസ് നമുക്ക് നോക്കുക. നെൽസൺ മണ്ടേല എന്തായിരുന്നു? ഹിസ് വിഷൻ വാസ് എ സൗത്ത് ആഫ്രിക്ക വിതൗട്ട് അപ്പർത്തൈഡ് ഇല്ലാത്തൊരു സൗത്ത് ആഫ്രിക്ക. മാർട്ടിൻ ലൂതർ കിങ് ആണെങ്കിലോ എൻ അമേരിക്ക ഇൻ വിച്ച് ദർ ഈസ് നോ റേസിസം ഇല്ലാത്തൊരു അമേരിക്കയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സൂസൻ ബി ആന്റണിയുടെ സങ്കല്പം എന്തായിരുന്നു? USA where women can vote, അല്ലേ? എല്ലാ വുമൻസിനും വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൊരു USA. അതേപോലെ ബിൽ ഗേറ്റ്സിൻ്റെ സങ്കല്പം എന്തായിരുന്നു? എവ്രി ഹോം ഹാസ് എ കമ്പ്യൂട്ടർ, എല്ലാവർക്കും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി, എല്ലാ വീടുകളിലും ഒരു കമ്പ്യൂട്ടർ. സോ ഒരു ക്ലിയർ വിഷനുള്ള ലീഡറിനെ എന്തുണ്ടാവുള്ളൂ? നന്നായി നയിക്കാൻ കഴിയുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എ വിഷൻ. എന്തൊക്കെയാണ് വിഷൻ്റെ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, റെസീലിയൻസ്, കറേജ് ആൻഡ് പെർസിസ്റ്റൻസ് ഡ്യൂറിങ് ചലഞ്ചിങ് ടൈംസ്. ഒന്നാമത്തെ എന്താണ്? നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ആക്ട് ആസ് എ കോമ്പസ് ദാറ്റ് ഹെൽപ്സ് നാവിഗേറ്റ് ഒബ്സ്റ്റക്കിൾസ്. രണ്ടാമത്തെ എന്താണ്? നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഇതാണ് നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന്. സോ നമ്മൾ ആദ്യം എന്താട്ടും അത് നേടിയെടുക്കുന്നതിനുള്ള ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കും, എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് നമ്മൾ ആലോചിക്കും. അതിനനുസരിച്ച് നമ്മൾ എന്താട്ടും പ്രിപ്പയർ ചെയ്യും. ഇറ്റ് ഗിവ്സ് എ സെൻസ് ഓഫ് പേർപ്പസ് ആൻഡ് ഓണർഷിപ്പ് ടു ഫോളോവേഴ്സ്, എൻഷുറിങ് ദേ സ്റ്റേ കമ്മിറ്റഡ് ഫോർ ദ ലോങ് ഹോൾ. എന്താണ്? നമ്മളെ കീഴിൽ കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ ഓണറാണെന്ന് വിചാരിക്കാം. ആ ഹോട്ടൽ ഓണറുടെ ആഗ്രഹം എന്താ വെച്ചാൽ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഹോട്ടൽ എൻ്റേതാണെന്നാണ്. സോ ഇദ്ദേഹം ഈ ഒരു പേർപ്പസ്, ഈ ഒരു ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ വർക്കേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർക്കേഴ്സിന് എന്താട്ടും അവർക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. എൻ്റെ ബോസിന് ഇങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളത്, സോ ഞാൻ വർക്ക് ചെയ്താലേ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഇൻസ്പയർസ് ആൻഡ് മോട്ടിവേറ്റ്സ് പീപ്പിൾ. ഇപ്പം എന്താണ്? ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഒരു ലീഡർ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്താട്ടും ആ ഒരു ഇൻസ്പിറേഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് മേക്സ് ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് മോർ ഫോക്കസ്ഡ് ആൻഡ് പ്രിവെൻറ്റ്സ് വാണ്ടറിങ് എയിംലെസ്ലി. സോ നമുക്കൊരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? വേറെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യൂല. അതേപോലെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെ ക്യാഷും സ്പെൻഡ് ചെയ്യൂല. സോ ഇറ്റ് മേക്സ് ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് മോർ ഫോക്കസ്ഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എ വിഷൻ എന്ന് പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, ഇറ്റ് ആക്ട് ആസ് എ കോമ്പസ് ഡ്യൂറിങ് ഒബ്സ്റ്റക്കിൾസ്, പിന്നെ ഇറ്റ് ഗീവ്സ് എ സെൻസ് ഓഫ് പേർപ്പസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഫോർ ദി വർക്കേഴ്സ്. പിന്നെന്താണ്? ഇറ്റ് ഇൻസ്പയർസ് ആൻഡ് മോട്ടിവേറ്റ്സ് പീപ്പിൾ. അഞ്ചാമത്തത് ഇറ്റ് മേക്സ് പീപ്പിൾ മോർ ഫോക്കസ്ഡ്. ഓക്കെ, അടുത്തത് ബിൽ ഗേറ്റ്സ് വിഷൻ, എ കേസ് സ്റ്റഡി. ഇനി നമുക്ക് ബിൽ ഗേറ്റ്സിൻ്റെ
ഒരു കേസ് സ്റ്റഡി നടത്താം. ബിൽ ഗേറ്റ്സിന്റെ വിഷൻ എങ്ങനെയാണ് അദ്ദേഹത്തെ സഹായിച്ചത് എന്നുള്ളത്. ബിൽ ഗേറ്റ്സിന്റെ വിഷൻ എന്തായിരുന്നു? ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ, their wish was to ഹാവ് എല്ലാ വീടുകളിലും ഒരു കമ്പ്യൂട്ടർ, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഫോർ എവറി വൺ. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. സോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഹി ബിക്കെയിം the richest person in the world and he made his vision possible, right? അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിക്കുക. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, കമ്പ്യൂട്ടേഴ്സൊക്കെ എന്തായിരുന്നു, വളരെ വലുതായിരുന്നു, ഭയങ്കര മാസീവ് ആയിരുന്നു, ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുണ്ടെന്ന് പറയാം. സോ പിന്നെ അതിങ്ങനെ കമ്പ്യൂട്ടറുകൾ ചെറുതായി വരികയാണ്, പുതിയ പുതിയ ഇൻവെൻഷനിലൂടെ ചെറുതായി വന്ന് ലാസ്റ്റ് അദ്ദേഹത്തിന് ഡ്രീം തോന്നി, ആളുകൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ കഴിയണം, എല്ലാ ഇൻഡിവിജ്വൽസിനും പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാവണം, അത് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. അതാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹത്തെ വിത്തിൻ 13 years 13 വർഷം കൊണ്ട് അദ്ദേഹം ലോകത്തെ റിച്ചസ്റ്റ് പേഴ്സണായിട്ട് മാറാണ്. സോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഹി ഹാഡ് എ വിഷൻ ഇൻ ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ എൻഡ് റിസൾട്ടാണ് വിഷനാക്കി എടുത്തത്, എല്ലാ വീടുകളിലും ഒരു കമ്പ്യൂട്ടർ എന്നുള്ളത്. ആ ഒരു പിക്ചർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് പ്രശ്നങ്ങൾ വന്നപ്പോഴും, എന്ത് ഒബ്സ്റ്റിക്കിൾസ് വന്നപ്പോഴും അതൊക്കെ നേരിടാനുള്ളൊരു സഹായം, ഒരു പ്രാപ്തി അദ്ദേഹത്തിന് ആ ഒരു പിക്ചറിലൂടെ ഉണ്ടായി. ഇനി കീ സ്റ്റെപ്സ് ടു അച്ചീവ് വിഷൻ. എന്തൊക്കെയാണ് നമ്മൾ ഒരു വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി കാട്ടേണ്ടതെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് റൈറ്റ് ആൻഡ് എൻവിഷൻ ഇറ്റ്. നമ്മൾ എഴുതി വെക്കുക, നമ്മളുടെ വിഷൻ എന്താ, നമ്മളെ ആഗ്രഹം നമ്മൾ ഒരു പേപ്പറിലൊക്കെ എഴുതി വെക്കുക. ആൻഡ് ദെൻ എൻവിഷൻ ഇറ്റ്, ഇമാജിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങണമെന്നാണ് ആഗ്രഹമെങ്കിൽ എവിടെയാണ് നിങ്ങൾ ആ ഷോപ്പ് ആഗ്രഹിക്കുക, എങ്ങനത്തെ ഷോപ്പായിരിക്കണം, നിങ്ങൾ ആ ഷോപ്പിൻ്റെ ഏത് പെയിൻറ്റാണ് കൊടുക്കുക, അതേപോലെ ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ആലോചിക്കുക, അതിലോട്ട് ആളുകൾ കയറി വരുന്ന ആലോചിക്കുക, നിങ്ങളുടെ ഫസ്റ്റ് സെയിൽ അതാലോചിക്കുക. സോ ഇതാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. തിങ്ക് ബിഗ് യെറ്റ് റിയലിസ്റ്റിക്. നിങ്ങൾക്ക് എത്ര വലുതായിട്ട് ചിന്തിക്കുക. നമ്പർ 1 ഷോപ്പാണ് എൻ്റെത്, ഒരു 4 സ്റ്റോറിഡ് ബിൽഡിംഗ് ആണ് എൻ്റെത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. ബട്ട് ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. ഇത് മീൻസ് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അഡ്ജസ്റ്റ് ആസ് നീഡഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ അതേപോലെ നടക്കണമെന്നില്ല, പല ചലഞ്ചസും വരും. അപ്പോൾ അതിനനുസരിച്ച് അതൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വിഷൻ എന്താണ്, ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ വേണമെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വിഷനാണ്. പ്രാക്ടീസ് വിഷ്വലൈസേഷൻ. പിന്നെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വിഷൻ എഴുതി വെക്കുക. അത് ഇപ്പം നിങ്ങൾക്കൊരു കാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാറ് കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. ആൻഡ് ആ കാർ എന്താണ്, ആ കാർ കൊണ്ട് നിങ്ങൾക്കുണ്ടായ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇമാജിൻ ചെയ്യുക. ഈ വിഷ്വലൈസേഷന് ഭയങ്കര പവർ ഉണ്ട്. നിങ്ങൾ ഒന്നുകൂടി ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വരെ നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് പ്ലാൻ. ഇപ്പം നിങ്ങളൊരു കമ്പനിയുടെ ലീഡറൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു, നിങ്ങൾ ആ ഒരു കമ്പനി വിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വർക്കേഴ്സും അതിനുവേണ്ടി വർക്ക് ചെയ്യണം. സോ നിങ്ങൾക്ക് മാത്രം വിഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുടെ ആളുകളടുത്ത്, നിങ്ങളുടെ വർക്കേഴ്സിനോട് നിങ്ങളുടെ വിഷൻ എന്താണെന്നുള്ളത്. എന്നിട്ട് എന്താക്കണം, ഒരു കറക്റ്റ് പ്ലാൻ വെക്കണം. അപ്പോൾ ആളുകളും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യും. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും. സോ ഇതാണ് കീ സ്റ്റെപ്സ് ടു അച്ചീവ് വിഷൻ. ഇനി ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ടെക്സ്റ്റിലുള്ള വേറെ കുറച്ച് പോയിന്റ്സ് യു ക്യാൻ ആഡ് ടു യുവർ ആൻസർ ഷീറ്റാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്നാമത്തത് കണ്ടേജിയസ് ക്വാളിറ്റി ഓഫ് വിഷൻ. എന്താണ് കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ? കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ പകരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. വിഷൻ എന്ന് പറയുന്നത് കണ്ടേജിയസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലീഡറിൻ്റെ വിഷൻ അദ്ദേഹം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ വർക്കേഴ്സിനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ആ വിഷൻ അവരുടെ മനസ്സിലുണ്ടാവും. ലൈക്ക് മഹാത്മാഗാന്ധിയുടെ വിഷൻ എന്തായിരുന്നു? ആൻ ഇന്ത്യ ഫ്രീ ഫ്രം ബ്രിട്ടീഷ് റൂൾ, റൈറ്റ്? അപ്പോൾ അദ്ദേഹം ആളുകളോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത് അവരുടെ വിഷനാക്കി എടുത്തും ചെയ്തു. ഇൻസ്പിറേഷൻ. വിഷൻ ആളുകളെ ഇൻസ്പയർ ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ വിഷൻ എന്ന് പറയുന്നത് അവിടുത്തെ വർക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ അവരതിനു വേണ്ടി നന്നായി വർക്ക് ചെയ്യും. പിന്നെ ഇതൊരു കോട്ടാണ് ബൈ ഡോക്ടർ മുൻറോ. The greatest gift God ever gave man is not the gift of sight, but the gift of vision. ദൈവം ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കാഴ്ചയല്ല, പക്ഷെ എന്താണ്? ദ ഗിഫ്റ്റ് ഓഫ് വിഷനാണ്, സങ്കല്പമാണ്.
സങ്കല്പിക്കാനുള്ള കഴിവാണ്. ഈ സങ്കല്പം എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഒരു ഫങ്ഷനാണ് സങ്കല്പം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ്. താങ്ക് യു.